ശാപങ്ങളല്ല, അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഒരു കുടുംബത്തിൽ റാം, രാധ, അവരുടെ ഏകപുത്രനായ അർജുനും താമസിച്ചിരുന്നു. റാം ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു. അദ്ദേഹം വളരെ കഠിനാധ്വാനം ചെയ്താണ് കുടുംബത്തെ നോക്കിയിരുന്നത്. അർജുൻ ഒരു വികൃതിയായ കുട്ടിയായിരുന്നു. അവൻ എല്ലായ്പ്പോഴും പുതിയ ഓരോ കാര്യങ്ങൾ വേണം എന്ന് ശാഠ്യം പിടിക്കുമായിരുന്നു. ഒരു ദിവസം തനിക്ക് പ്രിയപ്പെട്ട സ്പോർട്സ് ഷൂ ഒരു പെയർ വേണമെന്ന് പറഞ്ഞു. ജോലി കഴിഞ്ഞ് റാം ചെരുപ്പ് കടയിൽ ഷൂവിന്റെ വിലയെക്കുറിച്ച് അന്വേഷിച്ചു. സ്പോർട്സ് ഷൂ വളരെ വിലയുള്ളതായിരുന്നു. അതിനാൽ റാം മറ്റൊരു ഷൂ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. റാം ഷൂ അവന് നൽകി. അത് കണ്ടപ്പോൾ അർജുനന് സങ്കടമായി. അവൻ ആവശ്യമുള്ള ഷൂ അച്ഛൻ വാങ്ങാത്തതിനാൽ അവൻ കരഞ്ഞു വീട്ടിൽ നിന്നും ഇറങ്ങി. അവൻ തെരുവിലൂടെ നടന്നു. അടുത്തുള്ള ബസ് സ്റ്റേഷനിലെത്തി. സങ്കടത്തോടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി അതിലൂടെ കടന്നുപോയി. അവന് 2 കാലുകളും ഇല്ലായിരുന്നു. അത് കണ്ടപ്പോൾ അർജുനന് സങ്കടം വന്നു. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു, തനിക്ക് കാലുകൾ നൽകിയതിന്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ശാപങ്ങളെയല്ല, അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. Count the blessings, not the curses. In a family lived Ram, Radha, and their only son Arjun. Ram used to work in a factory. He used to work very hard and earned enough to support his family with the basic needs. Arjun was a naughty boy. He always used to keep asking for new things. One day, he asked his father to get him a new pair of his favorite sports shoes. After work, Ram went to a shop and inquired for the shoes Arjun had asked for. But those shoes were very expensive. So Ram bought another pair of shoes and returned home. When Ram gave the new shoes to Arjun, Arjun was very disappointed that his father did not bring him the shoes that he wanted. He cried a lot and left the house in anger. He started walking on the streets, and after some time he sat near a bus stop and wondered when he would get the expensive pair of shoes that he wanted. Just then, another boy passed by on his crutches. When Arjun saw that boy, he was shocked to see that the boy had no legs. Tears started falling from Arjun's eyes. He thanked God for giving him legs and a family who was so caring. Moral: count the blessings, not the curses. അനുഗ്രഹം നൽകുന്ന വൃക്ഷം. ഒരു യാത്രക്കാരൻ മരുഭൂമിയിലൂടെ നടന്നു പോവുകയായിരുന്നു. അതൊരു ചൂടുള്ള ദിവസമായിരുന്നു. അയാൾ തളർന്നു. വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാതെയായി. അയാൾക്ക് വിശ്രമിക്കാൻ ഒരു തണൽ ആവശ്യമായിരുന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹം ഒരു വൃക്ഷം കണ്ടു. അതിന്റെ അടുത്തേക്ക് നടന്നു. വൃക്ഷത്തിന്റെ തണലിലെത്തിയപ്പോൾ അല്പം ജലം കിട്ടിയാൽ നന്ന് എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ
അദ്ദേഹം ആഗ്രഹിച്ചപ്പോൾ ഒരു പാത്രത്തിൽ തണുത്ത ജലം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം അതെടുത്തു കുടിച്ചു. അങ്ങനെയിരിക്കെ അദ്ദേഹം ആഗ്രഹിച്ചു, എനിക്ക് കുറച്ച് ഭക്ഷണം ലഭിച്ചിരുന്നെങ്കിലെന്ന്. പെട്ടെന്ന് തന്നെ വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവന് മനസ്സിലായി താൻ ഇരിക്കുന്നത് ഒരു മാന്ത്രിക വൃക്ഷത്തിന് ചുവട്ടിലാണെന്ന്. എന്താഗ്രഹിച്ചാലും അത് ഈ വൃക്ഷം സാധിച്ചു തരുമെന്ന്. യാത്രക്കാരൻ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു. അങ്ങനെ അദ്ദേഹത്തിനൊന്ന് മയങ്ങണമെന്ന് തോന്നി. അദ്ദേഹം ഒരു മെത്ത ലഭിക്കാൻ ആഗ്രഹിച്ചു. ഉടൻ തന്നെ മെത്ത ലഭിച്ചു. അതിൽ കിടന്നു. കുറെ ദൂരം യാത്ര ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് കാൽ വേദനിക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ കാൽ തടവുവാൻ ഉണ്ടായിരുന്നെങ്കിലെന്ന്. പെട്ടെന്ന് തന്നെ ഒരു യുവതി അവിടെ പ്രത്യക്ഷപ്പെട്ടു. കാൽ തടവുവാൻ തുടങ്ങി. അദ്ദേഹം നല്ല പോലെ ഉറങ്ങി. കുറച്ചു സമയത്തിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റു. അപ്പോൾ ആ യുവതി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങി, ഇത് എന്ത് അത്ഭുതമാണ്! ഞാൻ എന്ത് മനസ്സിൽ കരുതുന്നു അതെല്ലാം സാധിക്കുന്നു. ഇത് ഏതെങ്കിലും ദുഷ്ടശക്തിയുടെ മാന്ത്രിക ശക്തിയാണോ? ഈ സ്ത്രീ ഒരു ദുഷ്ടശക്തിയാണോ? അപ്പോഴേക്കും ആ സ്ത്രീയുടെ സ്ഥാനത്ത് ഒരു ഭൂതം പ്രത്യക്ഷനായി. അദ്ദേഹം ഭയന്നു വിറച്ചുകൊണ്ട് പറഞ്ഞു, ഇത് എന്നെ ഭക്ഷിക്കുമോ? ആ ഭൂതം തന്റെ വായ തുറന്നുകൊണ്ട് അടുക്കാൻ തുടങ്ങി. യാത്രക്കാരൻ അവിടെ നിന്നും ഓടി. അദ്ദേഹം കുറേ ദൂരം ഓടി. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ഇതെന്താണ്? ഈ കാര്യങ്ങൾ ശരിക്കും സംഭവിച്ചതാണോ അതോ സ്വപ്നമായിരുന്നോ? യാത്രക്കാരൻ ആശ്ചര്യപ്പെട്ടു. ഭഗവാൻ ഒരാളുടെ മനസ്സിലുള്ളത് നൽകുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം യാത്ര തുടർന്നു. ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? എല്ലായ്പ്പോഴും നല്ലത് മാത്രം ആഗ്രഹിക്കുക. The wishing tree. A traveler was passing through a desert on a hot day. He was tired, feeling thirsty and hungry too. He needed a shady spot to rest for a while. He saw a big leafy tree and walked towards it. He felt glad and said to himself, I wish I had some water to drink now. Suddenly, he found a tumbler full of cold water on the ground right in front of him. He sat down there and drank all the water. Then he wished, I wish I had something to eat right here. Immediately, a variety of dishes appeared before him. He was under the shade of Kalpavriksha, a magical tree. That was the wishing tree. Whoever was under it would have whatever he wished for. The traveler enjoyed the delicious food and now he felt drowsy. He wished for a nice bed and it was granted. He stretched himself comfortably on the soft mattress. His legs were paining as he had walked a long distance. He hoped that someone would massage his feet. Immediately, a young lady appeared near his feet. She started massaging his feet and legs. He soon fell asleep. After some time, he woke up. The lady was still sitting beside him. He now started thinking differently. How can things happen like this? Can I have things I wished for by merely asking for them? Is it some kind of a trick played by a magic demon? He doubted. Oh,
a true demon appeared in place of a nice lady. The demon was laughing mischievously at him. The traveler said to himself, "Is he going to eat me up?" Within no time, the demon started leaping at him with his mouth wide open. The frightened traveler took to his heels and ran away. He ran and ran for a long time. When he looked back, there was no demon. What is all this? Did things really happen, or was it all merely a dream? The traveler started wondering. I think God grants what one wishes for. Saying this, he resumed his journey. Moral: the moral of the story is always wish for good and good will happen to you. കൃഷിക്കാരനും അലസരായ പുത്രന്മാരും. ഒരു ഗ്രാമത്തിൽ രാജേഷ് എന്ന കഠിനാധ്വാനിയായ കർഷകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കരൺ, അർജുൻ, യശ് എന്നീ 3 ആൺമക്കളുണ്ടായിരുന്നു. 3 പേരും ആരോഗ്യമുള്ളവരും ശക്തരുമായിരുന്നു. പക്ഷെ അവർ മടിയന്മാരായിരുന്നു. മക്കളുടെയും കൃഷിസ്ഥലത്തിന്റെയും ഭാവിയെക്കുറിച്ച് രാജേഷ് സങ്കടപ്പെട്ടു. ഒരു ദിവസം രാജേഷിനൊരു ആശയം ലഭിച്ചു. അവൻ തന്റെ എല്ലാ മക്കളെയും വിളിച്ചു പറഞ്ഞു, "നമ്മുടെ കൃഷിയിടത്തിൽ ഞാനൊരു നിധി കുഴിച്ചിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് നിധി തിരഞ്ഞെടുക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങളുടേതായിരിക്കും." 3 ആൺമക്കളും സന്തോഷിച്ചു. അവർ കൃഷിയിടത്തിൽ പോയി തിരയാൻ തുടങ്ങി. കരൺ ഒരറ്റത്തു നിന്നും ആരംഭിച്ചു. അർജുൻ മറ്റേ അറ്റത്തു നിന്നും തിരഞ്ഞു. യശ് നടുവിലും തിരയാൻ തുടങ്ങി. അവർ എല്ലായിടത്തും തിരഞ്ഞു, പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. രാജേഷ് തന്റെ മക്കളോടായി പറഞ്ഞു, "കുട്ടികളെ, നിങ്ങളിപ്പോൾ നിലം ശരിക്കും വിതയ്ക്കാൻ പാകമാക്കിയിരിക്കുന്നു. നമുക്കിതിൽ വിത്ത് വിതയ്ക്കാം." മക്കൾ 3 പേരും സമ്മതിച്ചു. അവർ വിത്ത് വിതച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിത്ത് മുളച്ച് എല്ലായിടത്തും പച്ച വിരിച്ചു. രാജേഷിനും മക്കൾക്കും സന്തോഷമായി. അദ്ദേഹം മക്കളോട് പറഞ്ഞു, "ഇതാണ് ഞാൻ പറഞ്ഞ യഥാർത്ഥ നിധി." രാജേഷിന്റെ 3 മക്കളും കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായി. കുഞ്ഞുങ്ങളെ, ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം എന്താണ്? കഠിനാധ്വാനത്തിന്റെ ഫലം എപ്പോഴും മധുരമുള്ളതാണ്. A farmer and his lazy sons. In a village lived a very hard-working farmer, Rajesh. He had 3 sons, Karan, Arjun and Yash. All 3 were strong and healthy, but they were lazy. Rajesh was sad, thinking about his sons and the future of his farm. One day, Rajesh got an idea. He called his sons and said, "I have hidden a treasure in our farm. If you can search the treasure, it will be all yours." The 3 sons were overjoyed. The next day, they went to the fields and started searching. Karan started from one end. Arjun searched from the other end. And Yash did so from the center. They dug each and every inch of the field, but they could not find anything. Rajesh
said to his sons, "Dear boys, now you have tooled and conditioned the field. Why not we sow a crop?" The sons agreed and began to sow the crops. Days passed. Soon the crops grew lushly green. Rajesh and his 3 sons were delighted. Rajesh said to his sons, "This is the real treasure I wanted you to have." That day onwards, Karan, Arjun, and Yash started working hard and were never lazy. Moral: fruits of hard work are always sweet.